വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കും. മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ 30 നീട്ടി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുകളിൽ പിങ്ക് കാർഡിന് അർഹരായ നിരവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അവസരമാണിത്. ഇതൊരു പ്രധാന അവസരമായി തന്നെ കാണേണ്ട ഒന്ന് തന്നെയാണ്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ്. കൂടാതെ വാടക വീടാണെങ്കിൽ വാടക കരാറും ആവശ്യമായി വരും. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുള്ള രേഖ തന്നെയാണ്. ഗുരുതരമായ രോഗങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും. കൂടാതെ സർക്കാർ സഹായത്താൽ ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാർ സബ്സിഡി ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. നീല റേഷൻ കാർഡിന് ആളൊന്നിന് 2 കിലോ അരിയാണ് ലഭിക്കുന്നതും. അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ ഈ കാര്യം കൃത്യമായി ചെയ്യുക. പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ സൗജന്യമായ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കും. കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ സന്ദർശിച്ചാലും കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹരായ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക.